നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. എന്താണ് അവരുടെ മനസ്സിലുള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുൻപോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് എൻ്റെ ആക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ അതോ മുൻപോട്ട് കൊണ്ടുപോകാനാണോ അവർ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പോസിറ്റീവായിട്ട് ഇരിക്കുക, നല്ല ചിന്തകൾ മനസ്സിലോട്ട് കൊണ്ടുവന്ന് പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് റീഡിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ക്യൂൻ ഓഫ് വാൺസ് ആണ് വന്നിട്ടുള്ളത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് കാർഡ് തന്നെ തേർഡ് പാർട്ടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ് എന്ന് കാണിക്കുന്നത്. ബ്ലാക്ക് മാജിക് എനർജി യൂസ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഒരു ബ്ലാക്ക് കാറ്റ് കണ്ടോ, ഒരു ബ്ലാക്ക് മാജിക് എനർജി യൂസ് ചെയ്യുന്ന പേഴ്സണാണ്. നിങ്ങളുടെ പേഴ്സണെ കൺട്രോളിൽ നിർത്തുന്ന ഒരു പേഴ്സണാണ് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും കൂടുതൽ തടസ്സമായി നിൽക്കുന്നത് ഈ ഒരു പേഴ്സണാണ് എന്ന് കാണിക്കുന്നത് കേട്ടോ. മെസ്സേജ് എന്താ നോക്കട്ടെ. ഇൻറ്റൻസിറ്റി എന്ന് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു കണക്ഷൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് കണക്ഷൻ്റെ ആഴം കൂടുന്നതല്ലാതെ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് എൻഡ് ആക്കാനോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവാനോ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ തേർഡ് പാർട്ടി നിങ്ങളെ കൂടുതൽ അകറ്റുന്നതിനേക്കാൾ കൂടുതൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റഡ് ആവാനാണ്, അതായത് നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കൂടുതൽ കണക്റ്റഡ് ആവുന്നുണ്ട് ഇതുകൊണ്ട് എന്നാണ്. ഈ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തടസ്സം, അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ഒരു തടസ്സം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ കൂടുതൽ സ്ട്രെങ്തൻ ആക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ എംബറർ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ മാരീഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിലൊരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ മാത്രമല്ല, ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഈഗോ ഉള്ള ഒരു പേഴ്സണാണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഏതെങ്കിലും രീതിയിൽ വഴക്കുകളൊക്കെ ഉണ്ടായാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് അവരായിട്ട് വന്നിട്ട് എന്ത് പ്രോബ്ലം ആണെങ്കിലും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. കാരണം കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാണ്. നിങ്ങളിലേക്ക് അങ്ങോട്ട് വന്ന് സംസാരിക്കാനുള്ള ഒരു മടി ഇവർക്കുണ്ട്. ഇവരുടെ ഈഗോ ഹേർട്ട് ആവോ, അല്ലെങ്കിൽ അവർ ഈഗോയിസ്റ്റിക് ആയ കാരണം എവിടെയും താഴാനുള്ള ഒരു ചാൻസസ് കുറവാണ് എന്ന് കാണിക്കുന്നത് കേട്ടോ. മെസ്സേജ് ഒന്ന് നോക്കട്ടെ. ലവ് എന്നാ കാണിക്കുന്നത്, ലവ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇത്രയും ഈഗോസ്റ്റിക് ആണെങ്കിലും അവരുടെ മനസ്സിനകത്ത് ലവ് ആണ്, സ്നേഹമാണ് കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും എന്തെല്ലാം തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിലും ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്. ഈ ഒരു കാർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അത്രയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് സ്നേഹമാണ്. ഓക്കെ, ചിലപ്പോൾ അവരുടെ ഈഗോ ഒന്ന് മാറ്റി വെക്കുന്നത് നിങ്ങളുടെ മുന്നിൽ മാത്രമായിരിക്കാം. കുറച്ചെങ്കിലും അവർ ഈഗോ മാറ്റി വെച്ച് സംസാരിക്കുന്നതും പെരുമാറുന്നത് നിങ്ങളോട് മാത്രമായിരിക്കാം. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? അത്രയും നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, ലവ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഒരു അകൽച്ച ഉണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരും. ഓക്കെ,
ക്യൂനോ കപ്സ് ആണ്. ഈ ഒരു കാർഡ് നിങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾ വളരെയധികം കെയറിങ് ആയിട്ടുള്ള, നന്നായിട്ട് നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. നിങ്ങളുടെ മനസ്സിനകത്ത് അത്രയും സ്നേഹമാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. നിങ്ങൾ നല്ല കെയറിങ് ആയിട്ട് ഇതുവരെ അവർക്ക് മറ്റൊരു പേഴ്സണിൽ നിന്നും കിട്ടാത്ത അത്രയും കെയറും സ്നേഹവും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നിങ്ങളിൽ നിന്നാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ അവരുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷമാണ് അവരുടെ ലൈഫിൽ ഉയർച്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് കേട്ടോ. മെസ്സേജ് കാർഡ് നോക്കട്ടെ. അഫ്രൈഡ് എന്നാ കാണിക്കുന്നത്. നിങ്ങൾ ഇത്രയും കെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇങ്ങനെയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ ഭയക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ഇത്രയും കെയറിങ് ആയിട്ട് അവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവരെ കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ അവരിൽ നിന്നും പോകുമോ, മാറിപ്പോകുമോ എന്നുള്ള പേടി അവർക്കുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവർ എന്താ പറയുക, പേടിച്ചിരിക്കുകയാണ്. നിങ്ങളെ അവർക്ക് നഷ്ടമാവോ എന്നുള്ള പേടി അവർക്കുണ്ട്. ഈ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാരണം ഉള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ലവ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട്. പക്ഷേ അവർ നിങ്ങളെ നഷ്ടപ്പെടുമോ, ഇങ്ങനെയുള്ളൊരു പേഴ്സണെ എനിക്ക് നഷ്ടമാവുമോ, എന്നിൽ നിന്ന് ഇവർ മാറിപ്പോകുമോ എന്നുള്ളതൊക്കെ പേടി നിങ്ങളുടെ പേഴ്സണലുള്ളതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്കൊരു മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ഒരു കാർഡ് കൂടി എടുക്കാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ നഷ്ടം ഉണ്ടല്ലോ, അഫ്രൈഡ്, അതേ മീനിങ് ഉള്ള ഒരു കാർഡാണിത്. 5 ഓഫ് പെന്റിക്കിൾസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ ഒരു നഷ്ടം, അത് ഫിനാൻഷ്യലി ഉള്ള നഷ്ടമായിരിക്കാം, ഏത് രീതിയിലും ഒരു ലോസ് സംഭവിച്ചൊരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അവർക്ക് വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു കാർഡാണിത്. അതല്ലെങ്കിൽ അവരിപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന, ഈ ഒരു തേർഡ് പാർട്ടി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാരണം അവർക്ക് ഫിനാൻഷ്യലി ലോസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഈ 2 സിറ്റുവേഷൻസ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് എന്താ നോക്കട്ടെ. പ്രോമിസ് എന്നാണ് വന്നിട്ടുള്ളത്. അതായത് അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസിൽ നിന്ന് അവർ മാറില്ല. കാരണം ഈ എംബറർ കാർഡ് സൂചിപ്പിക്കുന്നത് അതാണ്. അതായത് അവരൊരു കാര്യത്തിൽ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ എന്തെങ്കിലും രീതിയിലൊരു പ്രോമിസോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം, ഒരു കാര്യത്തിലൊരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു സംസാരം, ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവരെന്തായാലും ചെയ്യും. കാരണം അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ് ഈ എംബറർ കാർഡ് സൂചിപ്പിക്കുന്നത്. അവർ ഒരാളെയും അങ്ങനെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൺ അല്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നാൽ ആ കാര്യം അവർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഞാൻ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രോമിസിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അവരിപ്പോൾ ഈ സിറ്റുവേഷൻ കാരണം മാറി നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് അവർ തന്നിട്ടുള്ള പ്രോമിസ് അവരുടെ മനസ്സിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആക്കി പോവാനുള്ള ചാൻസസ് കുറവാണ്. അവർ നിങ്ങളിലേക്ക് വരും. ഓക്കെ, ഒരു കാർഡ് കൂടി എടുക്കാം കേട്ടോ. ഹൈ പ്രീസ്റ്റസ്, രണ്ട് കാർഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് കൂടുതൽ എനിക്ക് തോന്നുന്നു മാച്ച് ആവുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 2 കാർഡ്സും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫർമേഷൻ ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ലേഡിയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ഐ മിസ് യു എന്നാണ് പറയുന്നത്. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു. അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസ് അവരുടെ മനസ്സിലുണ്ട്. ആ ഒരു പ്രോമിസ് അവർ നടപ്പിലാക്കും. ആ വാക്ക് അവർ പാലിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഐ മിസ് യു എന്ന് പറയുമ്പോൾ അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ, അതായത് ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിൽ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരിപ്പോൾ നിങ്ങളുടെ ഓർമ്മകളിലാണ് ഉള്ളത് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ നിന്ന് അവരെന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, ഒരു കാർഡ് കൂടി എടുക്കട്ടെ കേട്ടോ. 9 ഓഫ് കപ്സ് ആണ്. അവരുടെ ഒരു ആഗ്രഹമാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നാണ് കാണിക്കുന്നത്. അവർ ലൈഫ് ലോങ് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ അവരുടെ ലൈഫ് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ അവരുടെ ലൈഫിൽ എന്നും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാർഡാണിത് കേട്ടോ. ഞാൻ മെസ്സേജ് കാർഡ് കൂടി നോക്കട്ടെ. ഹോൾഡ് മീ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്.
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതായത് അവരുടെ കൈ പിടിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കുക. ഓക്കെ, ഏത് നിമിഷം അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അവരെ നിങ്ങളുടെ ലൈഫിലോട്ട് അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആയിരിക്കുക. ഓക്കെ, ഹോൾഡ് മീ എന്നാ പറയുന്നത്. അതുപോലെ അവർ തന്നിട്ടുള്ള പ്രോമിസ് അവർ എന്തായാലും അവർ ആ തന്ന വാക്ക് എന്തായാലും പാലിക്കും. അതുപോലെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള കാണിക്കുന്നത്, ലവ് എന്ന കാണിക്കുന്നത്. അതുപോലെ ഐ മിസ് യു എന്ന കാണിക്കുന്നത്, അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന കാണിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. അതുപോലെ എംപറർ കാർഡാണ്. അവർ തന്ന വാക്ക് എന്തായാലും പാലിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എച്ച്, ലെറ്റർ ബി, ഭരണി 1992, അനീഴം 1990, ലെറ്റർ ജെ, തിരുവോണം, ജൂലൈ, രേവതി 1997, 1988, ഏപ്രിൽ 1996, ഒക്ടോബർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾ പെയിൻ കൊടുക്കാതെ വേണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ ഒരു പേഴ്സൺ എൻ്റെ അടുത്തില്ല എന്നുള്ള ഒരു മിസ്സിങ് ഫീലിൽ അല്ലെങ്കിൽ ഒരു വിഷമത്തിൽ നിങ്ങൾ ഇരിക്കരുത്. അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണ് കിട്ടും, അപ്പോൾ തേർഡ് പാർട്ടിക്കും കിട്ടും. അങ്ങനെ ആകുമ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ സ്ട്രോങ് ആവും, നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് കുറയും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിലേക്ക്, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ ഓരോരോ കാര്യങ്ങളിൽ, നിങ്ങളുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങളിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. വിഷമിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ച് ഒരു എന്തെങ്കിലും ആലോചനയിൽ ഇരിക്കുന്ന സിറ്റുവേഷൻ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്